നമസ്കാരം. മുഖ്യമന്ത്രിക്കും മറ്റ് വകുപ്പ് മന്ത്രിക്കും എന്താണ് സെക്രട്ടേറിയറ്റിൽ ജോലിയെന്ന് നമുക്കാർക്കും അറിയില്ല. പോലീസിന്റെ അകമ്പടിയോടുകൂടി നഗരത്തിൽ റോഡുകളിൽ കൂടി ചീറിപ്പാഞ്ഞു പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഭരണസിതാ കേന്ദ്രത്തിൽ ചെന്നിട്ട് മീറ്റിങ്ങും ചർച്ചകളും ഉൾപ്പെടെ പിടിപ്പതും പണിയായിരിക്കുന്നത്. പക്ഷെ സംഭവം എന്താണെന്നും ജോലി എന്താണെന്നും ആർക്കും അറിയില്ല. അതിനൊരു പ്രധാന കാരണമുണ്ട്. ഓരോ ഫയലുകളും ഓരോ ജീവിതമാണെന്ന് പിണറായി വിജയൻ 1000 വട്ടം ജനങ്ങളോട് പറയുമ്പോൾ എന്തുകൊണ്ട് കേരള മുഖ്യമന്ത്രി അത് നടപ്പിലാക്കുന്നില്ല? പിണറായി വിജയ, താങ്കളെയും താങ്കളുടെ പാർട്ടിയും വിശ്വസിച്ചല്ലേ ജനങ്ങൾ ഭരണം നിങ്ങളെ ഏൽപ്പിച്ചത്? ഭരണസിതാ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് എന്താണ് പണി? ഒന്നും രണ്ടുമല്ല, 15 ലക്ഷം ഫയലുകളാണ് സെക്രട്ടേറിയറ്റിൽ ഗതി കിട്ടാതെ മോക്ഷം കിട്ടാതെ പൊടിയും പിടിച്ച് കെട്ടിക്കിടക്കുന്നത്. ഇതിനെല്ലാം ഉത്തരവാദി ആരാണ്? കൃത്യമായ ഏകോപനം ഇല്ലാത്തതിന്റെ പാളിച്ച എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ 14,78,000 ഫയലുകളാണ് സെക്രട്ടേറിയറ്റിൽ മോക്ഷം കിട്ടാതെ കെട്ടിക്കിടക്കുന്നത്. എല്ലാം ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ഫയൽ തീർപ്പാക്കാൻ ഉൾപ്പെടെയുള്ള കർമ്മ പദ്ധതി യജ്ഞങ്ങൾ രൂപീകരിച്ചെങ്കിലും ഒന്നും വിജയിച്ചില്ല എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ജനങ്ങളുടെ മുന്നിൽ ഭരിക്കുന്നതായി അഭിനയിക്കുന്നതല്ലാതെ ആത്മാർത്ഥമായ ഒരു ജോലിയും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്നത് പറയേണ്ടിയിരിക്കുന്നു. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഫയലുകൾ മോക്ഷം കിട്ടാതെ കെട്ടിക്കിടക്കുന്നത്. ഈ ഫയലുകൾ യഥാസമയം തീർപ്പാക്കി ജനങ്ങളുടെ ആവശ്യം അംഗീകരിക്കാൻ വേണ്ടിയാണ് ജനങ്ങൾ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ തിരഞ്ഞെടുത്ത് ഭരിക്കാൻ വേണ്ടി 5 വർഷത്തേക്ക് കസേരയും തന്ന് ഇരുത്തിയിരിക്കുന്നത്. നല്ല രീതിയിൽ ഭരണം നടത്താതെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ ഭരണമെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അത്യാവശ്യമായ വിഭാഗമാണ് റവന്യൂ, ആരോഗ്യം, പോലീസ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പൊതുവിദ്യാഭ്യാസം, പട്ടികജാതി പട്ടികവർഗം, ഉന്നത വിദ്യാഭ്യാസം, പൊതുഭരണം എന്നീ വകുപ്പുകൾ. ഏറ്റവും കൂടുതൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് ഈ വകുപ്പുകളിലാണ്. മറ്റ് വകുപ്പുകളിൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിലും ഇതിനെക്കാട്ടി കൂടുതലില്ല എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ കെ രാധാകൃഷ്ണൻ, MP രാജേഷ്, വീണ ജോർജ്, R ബിന്ദു, കെ രാജൻ എന്നിവരാണ് ഫയൽ തീർപ്പാക്കുന്നതിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന മന്ത്രിമാർ. എന്നാൽ മറ്റു മന്ത്രിമാർ ബഹുകേമമെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നില്ല. അവരിലും അവരുടെ വകുപ്പുകളിലും ഇതുപോലെ ലക്ഷക്കണക്കിന് ഫയലുകൾ കെട്ടിക്കിടപ്പുണ്ട്. ഒരു പ്രയോജനവുമില്ലാതെ കൊട്ടി ആഘോഷിച്ച് നടത്തിയ നവകേരള സദസ് എന്ന പരിപാടി ആരും മറന്നുപോകാനിടയില്ല. അതിന്റെ പേരിൽ പപ്പടം പൊടിക്കുന്നത് പോലെയാണ് കോടികൾ നിമിഷ നേരം കൊണ്ട് പൊടിച്ചു കളഞ്ഞത്. നവകേരള സദസ്സിന്റെ തയ്യാറെടുപ്പിൽ മന്ത്രിമാരുടെ ഓഫീസും ഓഫീസിലെ ജീവനക്കാരും തിരക്കിലായതുകൊണ്ട് ഫയലുകൾക്ക് ജീവൻ വയ്ക്കാൻ താമസിച്ചു എന്ന വാക്ക് വില പോകില്ല. നവകേരള പരിപാടി ഇല്ലാതിരുന്നുവെങ്കിൽ ഇപ്പോഴും ഈ ഫയലുകൾ അങ്ങനെ തന്നെ പൊടികൊളിച്ചിരുന്നേനെ. നവകേരള പരിപാടി ഇല്ലായിരുന്നെങ്കിൽ ഫയലുകൾ ഉടനടി തന്നെ പരിഹരിക്കും എന്നുള്ള പഴയ വാക്കുകളൊന്നും ഇപ്പോൾ വില പോകില്ല. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ പിന്നെ ഏത് മന്ത്രിയാണ് ഫയലുകൾ നോക്കുക? സീറ്റും അധികാരവുമല്ലേ അവർക്ക് വേണ്ടത്? ജനങ്ങളാണ് മന്ത്രി കസേര തന്നത് എന്നുള്ള ഭാവമൊന്നും ഇപ്പോൾ മന്ത്രിമാർക്കില്ല. ഇപ്പോൾ മന്ത്രിമാരെ കണ്ടാൽ തോന്നും ഇന്ത്യൻ പൊളിറ്റിക്കൽ സർവീസ് എന്ന PSC നടത്തുന്ന ഒരു പരീക്ഷ എഴുതി അതിൽ മെയിനും പ്രിലിംസും ഇന്റർവ്യൂവും ഒക്കെ പാസ്സായി കസേരയിൽ ചെന്ന് ഇരിക്കുന്ന ഒരു മട്ടാണ്. സാധാരണ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പോലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥർ ഇരിക്കുന്ന പോലെ ഒരു മട്ടാണ് ഇപ്പോൾ മന്ത്രിമാരെ കണ്ടു കഴിഞ്ഞാൽ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇളവ് അനുവദിച്ചിട്ടുള്ള കുറച്ച് നിയമങ്ങളുണ്ട്. അതിൽ സ്ഥലമാറ്റം ഉൾപ്പെടെയുള്ള ഫയലുകൾ പോലും ആരും പരിശോധിക്കുന്നില്ല. അതിലൊരു മാറ്റവും ഇപ്പോൾ കാണുന്നില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി ആയതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ ഓഫീസിൽ കൂട്ടത്തോടെ ഭൂരിഭാഗം ഉദ്യോഗസ്ഥരും ഇപ്പോൾ അവധിയെടുത്ത് ടൂറിലാണ്. മിക്ക ജീവനക്കാരും ഇരിപ്പിടത്തിൽ കാണാനുമില്ല. ഇന്ന് പൊതു അവധി ആയതുകൊണ്ട് ഇന്ന് നടക്കേണ്ട മന്ത്രിസഭ നാളത്തേക്കാണ് നടക്കാൻ പോകുന്നത്. നാളെയെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമോ എന്നറിയില്ല. ഫയൽ തീർപ്പാക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയോട് ഒരു മേള തന്നെ സംഘടിപ്പിക്കാൻ പറയുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അങ്ങനെ വന്നാൽ ഒരു ഭീമമായ തുക കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് പോകുമെന്നത് ഉറപ്പാണ്. കാരണം ഇപ്പോൾ തന്നെ ശമ്പളം കൊടുക്കാൻ പണമില്ല. ട്രഷറിയിൽ പിടിച്ചു പിടിക്കുകയാണ്. ഓരോ ബില്ലുകളും ട്രഷറിയിൽ പിടിച്ചാണ് ഇപ്പോൾ വിടുന്നത്.